എടി ഫസ്മിന സക്കീർ ഹുസൈൻ്റെ മോളെ എത്ര വാപ്പയുണ്ട് നിനക്ക്? ഇതന്നെയല്ലേ നീ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറ്. പക്ഷെ ഞാൻ ഈ തന്നില്ലേ അത്രയും ഞാൻ എപ്പോഴും പറയാറില്ല. നിൻ്റെ സ്വഭാവം വെച്ച് ഇതിലപ്പുറം നിൻ്റെ അടുത്ത് പറയണം. ഞാൻ ഇപ്പോൾ കണ്ണൂരാണ് വന്നിട്ടുള്ളത്, ഒരു കേസിൻ്റെ ആവശ്യത്തിന് വന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഇവരെനിക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. നീ വന്നാൽ നിനക്ക് അങ്ങനെ ഒരുക്കി തരാറുണ്ടോ? ഇല്ല, അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. നീ ഇപ്പം എന്നെ എത്ര താഴ്ത്തി കിട്ടിയാലും നിൻ്റെ അത്ര ഞാൻ തരം താഴാൻ പോകുന്നില്ല. അമ്മാതിരി തരം താഴ്ന്ന പണിയാണ് നീ ചെയ്യുന്നുള്ളത്. ഈ ചൊറി മുട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇന്നലെ കേസില്ല, ഞാൻ വിളിച്ചപ്പോൾ കേസില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കുറേ പേര് തെളിവടക്കം ഇട്ടിട്ടുണ്ട്. നിൻ്റെ FIR അടക്കം ഇവിടെ കൊടുക്കുക. സ്റ്റേഷനിൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല നിനക്ക് കേസുണ്ടോ ഇല്ലയോ എന്ന്. നിന്നെ എന്തുകൊണ്ട് തെളിവെടുപ്പിനെ വിളിക്കുമ്പോൾ നീ വരുന്നില്ല? തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ വരാത്ത മോളെ? ഞാൻ ഈ കുട്ടീനെ പിടിച്ച് വരുന്നുണ്ടല്ലോ. നീ വലിയ കുട്ടിക്കഥ പറയുമല്ലോ. അവൾക്ക് കുട്ടീൻ്റെ ഇമ്മാതിരി തെണ്ടിത്തരം ഞാൻ കുട്ടീനെ പിടിച്ചിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോണത് എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ. എന്തുകൊണ്ട്? നിനക്ക് കുട്ടി ചട്ടിയൊന്നുമില്ലല്ലോ, അതിനുള്ള യോഗ്യത നിനക്കില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ദിവ്യ ഗർഭം ഉണ്ടാക്കി മറ്റുള്ളവരുടെ ഗർഭം ഉണ്ടാക്കി ഇവരുടെ ഗർഭം എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. നീ എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയുമല്ലോ മെഹനാസിൻ്റെ തന്നെയാണോ കുട്ടിയെന്നോ? നീ ഇന്നലെ എന്താ ഇട്ടത്? ഞാൻ മറ്റേ ടൈപ്പുള്ള ഫോട്ടോസ് നിൻ്റെ മറ്റവനിക്ക് അയച്ചു കൊടുത്തെന്നോ? ഞാൻ പേഴ്സണലി സ്നാപ്പിലെടുത്ത ഫോട്ടോസാണത്. അതിപ്പോൾ ഞാനെന്നല്ല, ഏതൊരു പെണ്ണും പേഴ്സണലി ഫോട്ടോസ് എടുക്കാറുണ്ട്. നീ അടക്കം അതിൽ അപ്പുറം എടുക്കാറുണ്ട് മോളെ. നിൻ്റെ അപ്പുറമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്ര തരം താഴ്ന്ന പണി ചെയ്യാറില്ല. നീ ഇനിയിപ്പോൾ പറയും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചലം കുത്തുന്നതല്ല, കാര്യം പറയുന്നതാണ്. ഇപ്പം നിന്നെ ഇട്ടിട്ട് അവൻ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കുറവ് കൊണ്ടാണ്. ഒരാണും പെണ്ണും കെട്ട കോലത്തിലാണ് നീ ഉള്ളത്. അപ്പോൾ ആ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും അവൻ വേറെ പോയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ നീയും മേനാസും പക്ക കറക്റ്റ് ജോഡികളാണ്. കാരണം ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവുള്ളൂ. മെഹനാസ് മിനിയാന്ന് എനിക്ക് ആ ഫോട്ടോസ്, എൻ്റെ സ്നാപ്പിലുള്ള കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നതാണ്. അത് ന്യൂഡായിട്ടുള്ള ഫോട്ടോസൊന്നുമല്ല, നോർമലി പെണ്ണുങ്ങൾ എടുക്കുന്ന ഫോട്ടോസാണ്. ചെറിയ സ്ലീവിൻ്റെ ഡ്രസ്സും അങ്ങനത്തെ ടൈപ്പൊക്കെ ഇടുന്നത്. ഓക്കെ, ഈ മെഹനാസ് സോഷ്യൽ മീഡിയ വന്ന് പറയും എൻ്റെ കുട്ടീനെ ഞാൻ കാണിക്കുന്നില്ല മറ്റേ മറിച്ചത്. ഇത്രയും ദിവസമായിട്ട് കുട്ടീൻ്റെ ഒരു കാര്യം അന്വേഷിച്ചോ? കുട്ടിക്ക് ഫുഡ് വേണമെന്ന് ചോദിച്ചോ? കുട്ടിക്ക് ഡയപ്പർ വേണമെന്ന് ചോദിച്ചോ? കുട്ടിക്ക് പൊടി വാങ്ങണമെന്ന് ചോദിച്ചോ? ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണ് വാങ്ങേണ്ടത്. ഇതൊക്കെ ചോദിച്ചോ നിൻ്റെ കൂട്ടുകാരൻ? അതൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്ക്. അവിടെ ഉള്ളവരെ നന്നാക്ക്, അല്ല മറ്റുള്ളവരല്ല നന്നാക്കേണ്ടത്. നീ എന്നിട്ട് എന്താ പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ സ്റ്റേഷനിൽ കാണിച്ചോളാം. അങ്ങനെ നിൻ്റെ കുറേ കുത്സിതങ്ങളുണ്ട് സ്റ്റേഷനിൽ കാണിക്കാൻ. നിനക്കിതൊന്നും പുത്തിരിയല്ല എന്നറിയാം. നിനക്കിത് കണ്ട് 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 നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഇമ്മാതിരി താഴ്ത്തി ഞാനും തൂങ്ങിച്ചാവണമായിരിക്കും. അതാകുമ്പോൾ സാക്ഷികളും തെളിവുകളും ഇല്ലല്ലോ, നിങ്ങൾക്ക് സുഖമായല്ലോ. അതല്ല നിങ്ങളുടെ മനസ്സിലിരിപ്പ്. എല്ലായിടത്തും നാണം കെടുത്തി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് തൂങ്ങിച്ചാവും എന്ന് വിചാരിച്ചോ? ചാവത്തില്ല. അങ്ങനെ ഒന്നും ചാവാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങളെ ഞാൻ വിജയിപ്പിക്കില്ല. ഓക്കെ, നീ എൻ്റെ ഫോട്ടോസ് എന്താ വെച്ചാൽ നീ കാണിച്ചു. എൻ്റെ പുണ്യമായ നല്ല സുന്ദരനായ നല്ല സൽസ്വഭാവിയായ കെട്ടിയവനാണ് നിനക്ക് ആ ഫോട്ടോ അയച്ചതെന്ന് എനിക്കറിയാം. അത് ഞാൻ പേഴ്സണലി എൻ്റെ സ്നാപ്ചാറ്റിൽ എടുത്ത ഫോട്ടോസാണ്, അല്ലാതെ നിൻ്റെ അവൻക്ക് അയച്ചു കൊടുത്ത ഫോട്ടോസല്ല. നിനക്കെന്ത് ഇത്ര ഇത്? അല്ല, നീ പറയുന്നുണ്ടല്ലോ അവനെ കൊണ്ട് നീ അവനെ കൊണ്ട് തലാക്കൊല്ലിപ്പിക്കുന്നു. നിനക്കെന്ത് ചെയ്തുകൂടെ? പെണ്ണുങ്ങൾക്കും ചെയ്യാം വേണ്ടാന്നുണ്ടെങ്കിൽ. നിനക്കെന്താ ചെയ്തുകൂടെ? ഓ, നീ ചെയ്താൽ നിനക്ക് നഷ്ടപരിഹാരം കിട്ടത്തില്ല അല്ലേ? ബുദ്ധിമതിയാ, കുരുട്ട് ബുദ്ധിമതി. നീ പറയല്ലോ മൊണ്ണ. നീ എന്ത് മൊണ്ണയാടി മൊണ്ണച്ചി? നിനക്കെന്തേ കൊടുത്തൂടെ? നീ ഇതിനിപ്പോൾ നീ റിപ്ലൈ വന്ന് തുള്ളാന്ന് നീ വരും എന്ന് എനിക്കറിയാം. നിനക്ക് കുറച്ച് തുള്ളൽ കൂടുതലാണ്. തുള്ളൽ കുറച്ച് അടക്ക്. സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ വാ, അല്ലാതെ ഈ വീഡിയോയും തുറന്നിട്ട് വായിട്ട് അലക്കുന്നതല്ല. വായിട്ട് അലച്ചുകൊണ്ട് കുറേ മന്ദബുദ്ധി ആൾക്കാരെ നിനക്ക് നിൻ്റെ വഴിയിലേക്ക് ആക്കാൻ പറ്റും. നീ എത്ര പേരോട് കിടന്നിട്ടുണ്ട്? നിൻ്റെ കിടന്ന വീഡിയോസ് ഉണ്ട്. നിൻ്റെ കിടന്ന വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ആണും പെണ്ണും കെട്ട രൂപമല്ലേ, അന്ന് ആർക്കും കാണാൻ പറ്റുന്നില്ല. നിനക്ക് നല്ല അസൂയുണ്ട്. നിൻ്റെ ചെക്കൻ നല്ല പെമ്പിള്ളടുത്ത് പോണേൻ്റെ അസൂയ നിനക്ക് നല്ലോണം ഉണ്ട്.
അത് മനസ്സിലാക്കാവുന്നുള്ളൂ. അത് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും. ലല്ലിട്ടിട്ട് പോയപ്പോൾ പ്രാന്തായി എന്ന് പറയുന്നവരുണ്ട്. അതന്നെ നിനക്ക് അതിൻ്റെ തന്നെ നിനക്ക് പ്രാന്തിൻ്റെ അസുഖമുണ്ട്. അതിപ്പോൾ നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞു. എവിടെയാ, കോലഞ്ചേരിയിലോ എവിടെയോ ആണല്ലോ. വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും എല്ലാവർക്കും ആർക്കാണ് തലക്കസുഖമുള്ളതെന്ന്. ഇനിയിപ്പോൾ നീ എന്ത് ചെയ്താലും തലക്കസുഖമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ നിന്നെ ജയിലിലിടത്തില്ല അല്ലേ? അങ്ങനെ ഒരു ഐഡിയ നീ എടുക്കോ എന്തോ അറിയത്തില്ല. എന്തായാലും ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യണേന് നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അനുഭവിച്ച് തന്നെ പോകുള്ളൂ. എല്ലാവരും പറയും തെളിവിട്. നീ എൻ്റെ അടുത്ത് ഒരു വട്ടം പറയല്ലേടി നിങ്ങൾ രണ്ടാൾ കിടക്കുന്ന വീഡിയോ അടക്കമുണ്ടെന്ന്. എന്തുവാടി? നിനക്കവനെ വേണ്ട ഇട്ടോ, വിട്ടോ. മേനാസിന് എനിക്കും വേണ്ട വിട്ടോ, കൈനി. എന്തിനു പിന്നെ പിന്നാലെ നടക്കുന്നു? അമ്മ അതിന് തെണ്ടിത്തരം പറയണ്ടോ? നിനക്കൊക്കെ കുട്ടിയും ചട്ടിയും ഇല്ലാണ്ട് നിനക്ക് സ്റ്റേഷനിൽ വരാൻ പറ്റില്ല. ഈ കുട്ടീനെ കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോകാറുണ്ട്. ഹറാസ്മെൻറ്റും ബുള്ളിയും ചെയ്തിട്ട് നീ എന്നെ സൂസൈഡിലേക്ക് വിടാൻ നിൽക്കണ്ട. ഞാൻ പോകത്തില്ല. കാരണം എനിക്കൊരു മോനുണ്ട്. അതിൻ്റെ തന്തക്ക ചിന്തയിൽ എനിക്ക് ആ ചിന്തയുണ്ട്. ഓക്കെ, നീ എന്തോ എൻ്റെ പുതിയ റീൽസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. വേറെ കോണ്ടൻ്റ് ഒന്നും ഇല്ലായിട്ടാണോ? അത് ഞാൻ ചെയ്യുന്ന റീൽസല്ലേ, അതും എടുത്തിടണോ? എന്തുവാടേ? എനിക്ക് വ്യൂസ് കിട്ടി തരാനാണോ? അതോ ഒരു 5-6 മണിക്കൂറിൽ എനിക്ക് 1 മില്യൺ കയറി എൻ്റെ കുശുമ്പോ? അതോ ന്യൂസുകൾ പരന്ന് നടന്നതോ? എന്താണ് നിനക്ക്? എന്തിൻ്റെ കേടാ മോളെ? പറയൂ മോളെ, എവിടെയാണ് മോക്ക് ചൊറി? മാങ്ങാത്തലച്ചി, നിനക്ക് എവിടെയാടി ചൊറി? ആണും പെണ്ണും കേട്ടവളെ. ആ സ്റ്റുഡിയോയിൽ വെച്ച് സ്പൈക്കുട്ടൻ്റെ അപ്പുറത്തെ റൂമിൽ ഇൻ്റർവ്യൂ ചെയ്തു, മെഹനാസിൻ്റെ ഇപ്പുറത്തെ റൂമിൽ ഇൻ്റർവ്യൂ ചെയ്തു. ബുദ്ധിമതി തന്നെ. നമ്മ അറിയില്ല എന്നാണോ വിചാരിക്കുന്നത്? നീ മാത്രമല്ല അറിഞ്ഞാൽ മതിയോ? നമ്മളും അറിയണ്ടേ? നീയും മേനാസും ഇൻ്റർവ്യൂ എടുക്കാൻ പല സ്റ്റുഡിയോയിലും പോകുന്നുണ്ട്, കോഫി ഷോപ്പിൽ പോകുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ നമ്മളെ പിന്തുടരാൻ വേണ്ടി ഒറ്റയ്ക്ക് പോകുന്നതാണല്ലേ, ഒരുമിച്ച് പോകുന്നതാണല്ലേ. നമ്മളെവിടെയും കാണാൻ പാടില്ല. നമ്മൾ കേസ് അമ്പത്തപ്പെട്ടോ അല്ലാണ്ട് നമ്മളെവിടെയും കാണാൻ പാടില്ല. അത് കുറ്റം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. നമ്മളെവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ മറ്റത് റോട്ടിൽ നിന്ന് നമ്മളെ കണ്ടാൽ നമ്മൾ മറ്റതിനെ റോട്ടിൽ പോണത്. നിങ്ങളപ്പോൾ ഈ ഉള്ളിലേക്കൊക്കെ പോകുന്നത് എന്തിനാ? എന്തേലും ചെയ്തു, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഇതിനും നീ റിയാക്ട് ചെയ്യണം കേട്ടോ. റിയാക്ട് ചെയ്ത് എനിക്കിനി വ്യൂസ് കിട്ടി തരണേ.